അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഒരുപക്ഷേ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, അമ്മാബ അല്ലെങ്കിൽ മാമൻ ഇപ്പൊ ഇതുവരെയും വെള്ള ഷർട്ടായല്ലോ ഇട്ടിരുന്നത്, ഇപ്പൊ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ പരിപാടിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില നൈമിഷികമായ നിമിഷങ്ങളുണ്ട്. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നാം എഴുതപ്പെടേണ്ട കൂടലുകളാണ് ഈ അനിർവചനീയമായ കൂടലുകൾ. ഇതെല്ലാം നമ്മൾ ഒരു ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കുമ്പോൾ കാലഘട്ടം ടെക്നോളജിയുടേതാണ്. അന്നെല്ലാം ഇത് മറിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 60 വയസ്സൊക്കെ ആയാൽ മുത്താപ്പാനെ പോലെ ആകുമ്പോൾ ഒരുപാട് ഡിഫറൻറ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ചേഞ്ചസ് ഉണ്ടായത്. കൂടുമ്പോൾ കൂടാൻ പാടില്ല എന്ന് പറയാം. ആദ്യം എല്ലാവരും വെള്ള ഷർട്ടായിട്ടത്, അപ്പൊ ഞാൻ മാത്രം ഇടുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കലാവില്ല. ഞാൻ ആദ്യം അവരുടെ കൂടെ നിന്നു, അതിനുശേഷമാണ് എന്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ വന്നത്. അതാണ് ജീവിതം. ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ പിതാവർകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും നാം പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കി തന്നു, ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാണ്. നമ്മുടെ കുരുന്നുവാവുകളൊക്കെ ഈ സംഗമത്തിൽ നമ്മളെക്കാൾ ഏറെ ഹാപ്പിയാണ്. കാരണം 5 മിനിറ്റ് 3 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ അവർക്ക് സ്നാക്സ്, പൊഫാക്ക്, ചിപ്സുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുകയാണ്. ഈ സംഗമം എന്നും നടക്കട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ. അത്രമാത്രം സന്തോഷം അലതല്ലുന്ന ഒരു ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മളെ കുടുംബങ്ങളിലുള്ള 2-3 കുടുംബങ്ങൾ കൂടി എത്തിപ്പെടേണ്ടതുണ്ട്. ചില മക്കളുടെ അസുഖം കാരണവും മറ്റ് ചില സാങ്കേതികം കാരണമെല്ലാം അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർ കൂടി ഇതിലൂടെ ചേരുമ്പോൾ മാഷാ അല്ലാഹ് അത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ഒരു പക്ഷേ നടന്നുകൊള്ളണമെന്നില്ലല്ലോ. സൃഷ്ടാവിന്റെ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനത്തിലൂടെ നമുക്കെല്ലാം നടക്കുകയുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. പലപ്പോഴും നമ്മുടെ പിതാക്കന്മാരിൽ 2 പേർ ഈ പ്രവാസ ലോകത്ത് നിന്ന് വിടവാങ്ങും കഴിഞ്ഞു. ഒന്ന് ഇന്ന് നമ്മോടൊപ്പം ഇല്ല, അവരിന്ന് 6 അടി മണ്ണിലാണ്. മറ്റൊരാൾ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി 5 വക്തിലും പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുൻഗാമികളായിട്ട് ഇവിടെയുള്ളത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വയ്യ, ഇനി ഞാൻ നാട്ടിൽ നിൽക്കുകയാണ് എന്നൊക്കെ ചില സമയത്ത് അദ്ദേഹം പറയാറുണ്ട്. എന്റെ കുറഞ്ഞ അറിവ് വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഒരു കൊടയുണ്ടായാൽ, ഉദാഹരണത്തിന് നമ്മൾ ഒന്ന് ഇമേജ് ചെയ്യാം, കൊടയുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സമാധാനം ഉണ്ടാവും. നല്ല കടുത്ത വെയിലാണെങ്കിലും നമുക്ക് ആ കൊട ചൂടാലോ എന്ന്. നല്ലൊരു മഴ പെയ്യുകയാണെങ്കിലും ആ കൊട നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സുരക്ഷിതമാണ്. ആ മഴ പെയ്യുമ്പോഴും കൊടയുണ്ടല്ലോ എന്നുള്ള ധൈര്യം. എന്നതുപോലെ നമുക്ക് എപ്പോഴും ഒരു തണലിടുക എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പകരം കൊടുത്താലും കിട്ടാത്തൊരു സംഭവമാണ്. അതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ പിതാവ് കൂടി ഇപ്പോൾ ഇവിടെ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഏറെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടു കഴിഞ്ഞു. ഞാൻ പറയുക മാത്രം നിങ്ങൾ കേൾക്കുക എന്നുള്ള ഒരു രീതിയല്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അതിന് നിങ്ങൾ മറുപടി പറയണം. ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം നിങ്ങൾ കേൾക്കണം. അതിന്റെ മുമ്പായി എല്ലാവരും ശ്രദ്ധിക്കാം, 3 മിനിറ്റ് എല്ലാവരും കണ്ണടച്ചിരിക്കണം. ആരും തന്നെ കണ്ണ് തുറക്കാൻ പാടില്ല. ഓൾ ലിസൺ ദ ചിൽഡ്രൻസ്. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കാം, ആരും തന്നെ കണ്ണ് തുറക്കാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇമേജ് ചെയ്യണം. ഞാൻ പറയും നിങ്ങളോട് എല്ലാവരും 1 2 3 എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ണടച്ചിരിക്കണം. എന്നിട്ട് ഞാൻ ബാക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാണ് ഇമേജ് ചെയ്യേണ്ടത്, കണ്ണ് തുറന്ന് നോക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രഥമ പരിപാടി അതാണ്. എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാവരും കണ്ണടച്ചിരിക്കണം. ഓക്കെ, 1 2 3. ശ്വാസം നന്നായി വലിച്ചു വിടണം. ഈ ശ്വാസം വലിച്ചു വിടുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ചു വിടുമ്പോൾ നമ്മുടെ മൂക്കിന്റെ പാലമുണ്ട്,
മേലോട്ട് വലിച്ച് ശ്വാസം നമ്മൾ തിരിച്ചു വിടുമ്പോൾ നമ്മൾ ആ പാലത്തിൽ തട്ടിയിട്ട് ആ ശ്വാസം പുറത്തേക്ക് വരുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾ ഇമേജ് ചെയ്യുക മനസ്സിൽ. കൃത്യമായി നിങ്ങളെ ശ്രദ്ധ നിങ്ങളെ ശ്വാസം വലിക്കുന്നതിലായിരിക്കണം. നിങ്ങൾ ശ്വാസം വലിക്കുന്നു, കണ്ണാറും തന്നെ തുറക്കാൻ പാടില്ല. തിരിച്ച് നിങ്ങൾ ഈ ശ്വാസം വിടുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമേജ് ചെയ്യാണ് ഈ ലോകത്ത് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഇമേജ് ചെയ്യുക. നമ്മുടെ കൈ തന്നു, കൈ പ്രവർത്തിക്കാൻ തന്നു, കണ്ണ് തന്നു, കാത് തന്നു, ചെവി തന്നു, കേൾവി തന്നു, സംസാരിക്കാൻ കഴിവ് തന്നു, സാമ്പത്തികമായ ഭദ്രതകൾ തന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഒരു പുസ്തകത്തിൽ എഴുതിയാൽ തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. ശ്വാസം വലിച്ചു വിടുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ ആ ശ്വാസം തട്ടി പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇമേജ് ചെയ്യണം. ഓക്കെ, നമുക്ക് കണ്ണു തുറക്കാം. നമ്മളെല്ലാവരും സ്വർഗീയ ലോകത്താണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? നമുക്ക് ഈ പ്രവാസ ലോകത്ത് ലക്ഷോപലക്ഷം മലയാളികളുണ്ട്. 2 വർഷവും 3 മാസവും കഴിഞ്ഞ് സ്വന്തം സഹധർമ്മിണിയെ കാണാൻ പറ്റാത്തവർ, നെന്തുപറ്റ ഉമ്മാനെ കാണാൻ പറ്റാത്തവർ, ആറ്റ് നോറ്റ് ജന്മം ഉണ്ടാക്കിയ നമ്മളിൽ പിറന്ന ഒരു കുട്ടിയെ കാണാൻ കഴിയാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള ഈ പ്രവാസ ലോകത്ത് ഒരുപാട് യാതനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന, നമ്മളെക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുന്ന, അദ്കാറുകൾ ചെല്ലുന്ന, തസ്ബീഹകൾ ചെല്ലുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. എന്താണ് അല്ലാഹു നമ്മളെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്? നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു എന്തുകൊണ്ട് നൽകി? നാം എന്ത് അല്ലാഹുവിന് പകരം കൊടുത്തു? നമ്മളൊന്ന് ചിന്തിക്കാം. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മളെല്ലാവരും അടിമകളാണ്. ആരും വ്യത്യസ്തരല്ല. എന്നാൽ വ്യത്യസ്ത കാറ്റഗറിയിൽ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെക്കടിയിൽ ആൾക്കാരുണ്ട്, സമ്പന്നരായ ആൾക്കാരുണ്ട്, മിഡിലുള്ള ആളുകളുണ്ട്. നമുക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. നമ്മൾ എപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇമേജ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അടുത്ത ദിവസം ഈ പെരുന്നാളിന് ഞാൻ ഒരു അറബിയുടെ വീട്ടിൽ പോയി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കേണ്ട വിഷയമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മളെ പോലെ ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഒരു കുട്ടി വന്ന് ആ ഉപ്പയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോ ആ ഉപ്പ പറഞ്ഞു, നീ പറയാൻ പോകുന്ന കാര്യം ഖൈറാണോ ഷെറാണോ എന്ന് ചോദിച്ചു. ഖൈറും ഷെറും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ ആ കുട്ടി പറഞ്ഞു, നുസ് ഷെർ ബാബ, നുസ് ഖൈർ ബാബ. എന്നുവെച്ചാല് പകുതി ഖൈറും പകുതി ഷെറുമാണ്. അപ്പോ അപ്പ പറഞ്ഞു, എന്നാ നീ പറയണ്ടെന്ന്. അപ്പൊ വീണ്ടും നിർബന്ധിച്ചപ്പോ ആ കുട്ടി ഉപ്പയുടെ ചെവിയിൽ ആ കാര്യം പറഞ്ഞു. അതിനുശേഷം ആ പിതാവ് ആ കുട്ടിക്ക് കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. ആ കുട്ടി പറഞ്ഞത് അവന്റെ അനിയനെ കുറിച്ചുള്ള ഒരു പരാതിയാണ്. അനിയനെ കുറിച്ച് പരാതി പറയാൻ എന്തു ചെയ്യും? ഉപ്പ അത് കേട്ട് കഴിഞ്ഞാൽ അവനെ പിടിച്ചടിക്കും, അവനെ താഴെയുള്ളവനെ സാക്ഷിക്കും അല്ലെങ്കിൽ ശിക്ഷിക്കും. അത് കണ്ട് കരഞ്ഞ് ആ വാവ ഉമ്മയുടെ അടുത്ത് ചെന്നാൽ, ഉമ്മയുടെ അടുത്ത് പരാതിപ്പെടുമ്പോ ഉമ്മക്ക് കോപം കൂടിയിട്ട് ഉമ്മ എന്ത് ചെയ്യും? നേരെ ഉപ്പാനെ വന്നിട്ട് വഴക്ക് പറയും. അങ്ങനെ ആ കുടുംബത്ത് അസരസങ്ങൾ ഉണ്ടാവും, ഇരുട്ട് വീഴും, സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്തത് വരും. നമ്മളെപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. സന്തോഷങ്ങൾ പറയാനേ നമ്മൾ പാടുള്ളൂ. മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനെ പ്രകാശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കണം. എന്തിനാ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കണേ? നമ്മുടെ വാഹനങ്ങൾ എന്താണ്? ഇന്നോവയും അതേപോലെ തന്നെ ഡിസൈറും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫോർച്യൂണറൊക്കെ ഉള്ള വാഹനങ്ങളാണ്. നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടില്ല. വളരെ അപൂർവ ആളുകൾ ചില അവസരങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇമേജ് ചെയ്യേണ്ടത് എപ്പോഴും നിരന്തരമായി ഓട്ടോറിക്ഷയിൽ
യാത്ര ചെയ്യുന്നവർ, അവരും നമ്മളെ പോലെ മനുഷ്യരാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമുക്ക് അള്ളാഹു അവരെയും നമ്മളെയൊക്കെ സൃഷ്ടിച്ചവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അപ്പൊ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, മറ്റുള്ളവരുടെ വേദനകൾ അറിയണമെങ്കിൽ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും താഴെ കെട്ടിലേക്കൊന്ന് പോകണം. അത് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ കുറെ ചിട്ടകൾ നമ്മൾ കൊണ്ടുവരണം. നാട്ടിൽ തലപ്പോ പല ആവശ്യങ്ങൾക്കും തനിയെ പോകുമ്പോൾ കൂടുതലായിട്ടും തറവാട്ടിലാണ് താമസിക്കാറ്. മറ്റുള്ളവർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷെ അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ ഉപ്പ, നിങ്ങളെല്ലാവരും ഉപ്പുപ്പ, അവർ ഒരു 90 കിലോന്റെ ചാക്ക്, 90 കിലോന്റെ ചാക്ക് നിങ്ങളൊന്ന് ഇമേജ്. ഇപ്പൊ അരികളൊക്കെ വരുന്നത് 30-40 കിലോ, 70 കിലോ, 50 കിലോ ആണ്. അതിന്റെ ഡബിൾ 50 കിലോന്റെ ചാക്ക് അത് തൊലയിൽ ചുമക്കും. എന്നിട്ട് നിങ്ങളെ ഒരു പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു കൊട്ടയുണ്ടാവും. ഈ കായലിൽ നിന്നൊക്കെ മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് കൂടാന്ന് അതിന് പറയാം മലയാളത്തിൽ, നിങ്ങൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല, കൂടാന്ന്. അതിനൊരു കയറുണ്ടാവും. അതിങ്ങനെ. അപ്പൊ 200 കിലോന്റെ അരി തലയിൽ ചുമക്കും, ഈ കൂട കയ്യിലുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളെ വീടിന്റെ അവിടുന്ന് പുത്തമ്പള്ളി, ഇപ്പൊ നിങ്ങൾ പലപ്പോഴും നാട്ടിലുള്ള സിയാറത്തിന് പോയിട്ടുണ്ടാവും, അവിടെ പോയി ആ ഭാഗങ്ങളിൽ പോയി 1 ലിറ്ററാണ്, കിലോ അല്ല, 1/2 ലിറ്റർ, 1 ലിറ്റർ, അങ്ങനെ ലിറ്റർ കണക്കാണ്. അവിടെ എല്ലാ ദിവസവും ഈ അരി വീടുകളിൽ അന്ന് ദിവസം നെക്സ്റ്റ് ഡേ 2 ദിവസത്തിന് ഉള്ള അരി മാത്രമേ എല്ലാവരും എന്ത് ചെയ്യുള്ളൂ, മേടിക്കാൻ ഉണ്ടാവുള്ളൂ. അത്രേ ഫണ്ടുള്ളൂ. അതും ക്യാഷ് കൊടുക്കില്ല. ഈ കൂട എന്തിനാന്ന് വെച്ചാൽ ഒന്നുകിൽ കോഴിമുട്ട അല്ലെങ്കിൽ കശുമാവ്, പറങ്കിയണ്ടി പകരം കൊടുക്കും. അതിനെ സൂക്ഷിക്കാനുള്ളതാണ് ഈ കൂട. അങ്ങനെ അദ്ദേഹം 10 കിലോമീറ്ററോളം നടന്ന് ഈ അരി ലിറ്റർ കണക്കിന് വീട്ടിൽ കൊടുത്ത് അവിടുന്ന് പകരം അണ്ടിയും അല്ലെങ്കിൽ കോഴിമുട്ടയും പകരം വാങ്ങി ചിറവല്ലൂർ കടവ് കടന്ന് നമ്മളെ വീട്ടിലെത്തും. 4ാം ക്ലാസ്സിന്റെ ഒരു സൈമത്താണ്. അതിന് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇപ്പൊ ഇവിടെ പറഞ്ഞ് നമ്മുടെ വിദ്യാപന്മാർ ഗൾഫിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ആദ്യം കൊടുത്ത നിർദ്ദേശം, ഇനി ഉപ്പ എന്ത് ചെയ്യാൻ പാടില്ല, ഈ അരി ചുമന്ന് പോകാൻ പാടില്ല എന്ന് ആദ്യത്തെ നിർദ്ദേശം കൊടുത്തത് അതാണ്. എന്റെ ചെറിയൊരു ഓർമ്മ മാത്രമാണ്, 4ാം ക്ലാസ്. അങ്ങനെ അവിടുന്ന് പിന്നെ ആ സമയത്താണ് നമ്മുടെ വന്യരായ ജ്യേഷ്ഠൻ ആദ്യമായി കുഞ്ഞു അപ്പുഹാജി എന്ന് പറയുന്ന ആൾ വിവാഹം കഴിച്ചു. ഞാനാണ് അന്ന് നമ്മളെ വീടെല്ലാം പൊളിച്ച് ഒരു ചെറ്റക്കുടിലാണ് താമസം. നല്ല കടുത്ത പേരാറ് മഴ പെയ്യുമ്പോൾ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഇത്രയും കെട്ടിപ്പിടിച്ച് ഭയന്നുകൊണ്ട് കിടന്നുറങ്ങും. അപ്പൊ ആ ഉമ്മയുടെ സ്ഥാനത്തുള്ളവരായതുകൊണ്ട് ഞാൻ കൂടുതലും തറവാട്ടിലാണ് അത് സ്പെൻഡ് ചെയ്യാറ്. പറഞ്ഞു വന്നത് അതല്ല, ഇവിടെ നേരത്തെ പറഞ്ഞ് നമുക്ക് ഉത്ബോധനം നടത്തി നമ്മളെ പിതാവ് പറഞ്ഞ ചില കാര്യങ്ങളിലെ ചില കാര്യം പറയാണ്. അപ്പൊ ചിലപ്പോൾ അവിടെ ഒരാഴ്ചക്ക് ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വലിയ നുറുക്ക് മീനൊക്കെ മേടിക്കാം. അപ്പോ ഇത്ത പറയും, അപ്പൊ നാട്ടിൽ വന്നാലാണ് കൂടുതൽ ദിവസം നുറുക്ക് മീൻ കഴിക്കാൻ പറ്റാം. അപ്പോ നമ്മുടെ പിതാവ് തുല്യരായ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാക്ക്, അവൻ പറയും, കുട്ടിയെ, എനിക്ക് ഇത്ര പൈസ ഒന്നും കൊടുത്തിട്ട് അത് മേടിക്കാൻ എനിക്കാക്ക് കഴിയില്ല, എനിക്ക് അത് മേടിക്കാൻ എന്റെ മനസ്സനുവദിക്കില്ല. നിങ്ങളൊന്ന് ചിന്തിക്കും. ഞാൻ പോയാൽ അന്ന് മുതൽ 10 ദിവസം 14 ദിവസം മീൻ മേടിച്ചാൽ സിദ്ധിക്കാനെ വിളിച്ചിട്ട് ലാസ്റ്റ് ദിവസം പേയ്മെന്റ് ചെയ്യാം. അപ്പൊ എത്ര ഉണ്ടാവും? 8,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ആ നിന്ന ദിവസത്തിനനുസരിച്ച് കൂടുതലുണ്ടാവും. കാരണം 3 വീട്ടിലേക്ക് മീൻ മേടിക്കും. ഞാൻ പറഞ്ഞത് നമ്മളെ പിതാമഹന്മാർ നടത്തിയ ലൈഫിലെ സൂക്ഷ്മതകൾ. അദ്ദേഹം മോട്ടോർ സൈക്കിളുമേ 3 മാങ്ങ, നല്ല സ്വാദിഷ്ടമായ 3 മാങ്ങ കണ്ടത്. അപ്പൊ 3 മാങ്ങ മേടിച്ചു. 3 മാങ്ങ മേടിച്ച് അദ്ദേഹം വലിയ ആഗ്രഹത്തോടു കൂടി നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് പൂളാലോ നേരിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ കഥകളാണ് നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം വീട്ടിലെത്തി നോക്കുമ്പോ മാങ്ങ കാണാനില്ല. റോഡിന്റെ മോശം കൊണ്ട് ആ ഈശ പൊട്ടിയിട്ട് എന്തുപോയി, മാങ്ങ നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കഥ എന്താണെന്നറിയോ? കുട്ടിയെ, ഞാൻ മാങ്ങ മേടിച്ചു, പക്ഷേ എനിക്ക് മാത്രമായിട്ടാ മേടിച്ചേ. ഞാൻ അപ്പുറത്ത് സാധാരണ ഫ്രൂട്ടൊക്കെ മേടിച്ചാല് അവിടെയും കൊടുക്കലുണ്ട്. ഇത് കുറച്ച് വില കൂടുതൽ കാരണം ഞാൻ കുറച്ചേ മേടിച്ചോളൂ. അത് കാരണം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ അവിടെ കൊടുക്കാത്ത കാരണമായിരിക്കും അത് വണ്ടിയിൽ നഷ്ടപ്പെട്ടു പോയത്. എന്നെ വല്ലാതെ വേദനിപ്പിച്ചു.
ചേർത്ത് പിടിക്കലിന്റെ ഒരു ഭാഗം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത. അപ്പോ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മറ്റൊരു കാര്യം, ഇവിടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് സ്ത്രീകളും അവരുടെ ഭർത്താവ്, ഇവിടെ നമ്മളെ തറവാട്ട്, നമ്മളെ വെല്ലിപ്പാട് പരമ്പരയിലത്തെ മക്കൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ തൊട്ടാൽ ഒരു മുറിയെങ്കിലും പരസ്പരം സഹോദരിമാരാണ്. നിങ്ങളുടെ മനസ്സ് തുറന്ന് നമ്മുടെ മക്കൾ എന്ത് എങ്ങനെ വേണം അതിനെക്കുറിച്ചുള്ള ഒരു സെഷൻ ഉണ്ട്. അതിൽ നിങ്ങളെല്ലാവരും നമ്മളെ മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയണം. ഇവിടെ സ്റ്റേജിമേലല്ല, വട്ടം കൂടി ഇരുന്നിട്ട് എല്ലാവരും പറയും. നിങ്ങളെ കാഴ്ചപ്പാടുകളും നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കണം. ആരും ആ ഒരു വിഷയത്തിൽ മാറി നിൽക്കുക, ചമ്മൽ കാണിക്കുക ഒന്നും പറയില്ല. ഒക്കെ സഹോദരി തുല്യരായ ആൾക്കാരാണ്, അനിയന്മാരാണ്, ജ്യേഷ്ഠന്മാരാണ്, ഭർത്താക്കന്മാരാണ്. ഇതിലൊരു ഓപ്പൺ ഒരു ഡിസിഷൻ ഇവിടെ ഉണ്ടായിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. നമ്മളെ കുട്ടികള് മോനിപ്പോ ഒരു കത്തി എടുത്ത് നിൽക്കാം. കത്തി എടുത്ത ഉടനെ തന്നെ ഉമ്മാര് വന്നിട്ട് ഓടി തന്നിട്ട് അപ്പച്ചോനെ കത്തി ടപ്പെന്ന് തിരിച്ചു മേടിക്കും, ഇല്ലേ? നമ്മളെല്ലാവരും മേടിക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ, അതേ അളവിൽ അതിനേക്കാൾ മാരകമായ, അതിനേക്കാൾ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞ മൊബൈൽ. എന്തുകൊണ്ട് അത് കുട്ടികൾ മേടിച്ച ഉടനെ നിങ്ങളെ കുട്ടികളെ കൈ കൊടുക്കുന്നത്? നമുക്ക് അതിനെ അതേപോലെ തിരിച്ചു മേടിച്ചൂടെ? അതിന്റെ ആ വിപത്ത് മനസ്സിലാക്കിക്കൊണ്ട് കത്തി നമ്മൾ കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ മേടിച്ചു അപ്പച്ചോനെ കത്തി എന്ന് പറഞ്ഞു. ആ രീതിയിൽ നമ്മൾ ഈ മൊബൈലിനെയും കാണണം. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികനും അതേപോലെ തന്നെ നമ്മുടെ ഉത്ബോധ പ്രസംഗത്തിലൊക്കെ നമ്മുടെ പിതാവും നമ്മളോട് നമ്മുടെ മക്കളെ കുറിച്ച് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ആ ഒരു വിഷയം. അത് നിങ്ങളെല്ലാവരും പ്രത്യേകമായി നമ്മുടെ ചർച്ചയിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ സമയം കാരണം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വളരെ സാരവത്തമായ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തി പോരണ്ടേ, നമ്മളെ മുൻഗാമികൾ നിർവഹിച്ചത്, നമ്മൾ ചെയ്തു പോയത്, അതെല്ലാം നമുക്ക് വളരെ വിശദമായി നമ്മളെ പിതാവ് അവർ നമ്മളോട് പറഞ്ഞു തന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ളുഹർ നിസ്കരിക്കണം. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ കുട്ടികളുടെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. ഈ പ്രവാസ ലോകത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചേരാൻ കഴിഞ്ഞു. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മളെ മക്കളിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മുടെ മുൻഗാമികൾ നമ്മളിൽ തന്ന ദീപശിഖ, ആ വെളിച്ചം ഇതിനേക്കാൾ പ്രകാശിപ്പിച്ച് നമ്മളെ മക്കൾ കൊണ്ടാടുകയുള്ളൂ. ഇവർ തന്നെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ആരും അറിയാതെ തന്നെ ഈ മക്കളെല്ലാവരും ഇവരെല്ലാവരും അവരുടേതായ ഒരു ചാരിറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് പോലെ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരു ഫണ്ട് സ്വരൂപിച്ച് അത് നല്ല രൂപത്തിൽ ചെലവഴിക്കുന്ന ഞാൻ പോലും അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് അറിയില്ല. അവർ മാത്രമുള്ള ചേരലുകളാണ്. എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ, ഞാൻ ചിലപ്പോഴും പല സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ഉപ്പാടടുത്ത് പോകുമ്പോൾ ഒരു വിഷയം അവതരിപ്പിക്കാൻ ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ പോയി ആദ്യം അദ്ദേഹത്തെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കും. എന്താ ട്യൂൺ ചെയ്യാ? ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങൾ പറയാനോ ചെന്നിരിക്കുക, പക്ഷെ അത് അപ്പൊ തന്നെ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പോയിട്ട് ചിലപ്പോ മോളുടെ കാര്യം ചോദിക്കും, അല്ലെങ്കിൽ ബിച്ചുവിന്റെ കാര്യം ചോദിക്കും, വേറെന്തെങ്കിലും കാര്യം ചോദിക്കും. അപ്പൊ നമുക്ക് ആ ട്യൂൺ അറിയാൻ പറ്റും. ആ റിപ്പീറ്റിംഗില് ഹാപ്പി ആണോ അല്ല പറയാൻ പറ്റിയ മൂടാണോ, എന്നിട്ട് ബിസിനസ് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും ലാൻസിൽ ഉണ്ടെങ്കിൽ ഞാൻ സബ്ജക്ട് മാറ്റും, അതിന്റെ കൂടെ ഇരിക്കും എന്താ വിഷയം. അപ്പൊ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഷെയറിങ്ങുകൾ ഉണ്ടാവും. ഈ ഷെയറിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫ്രണ്ടിനോട് മാത്രമൊന്നല്ല, നമ്മളെ ഭാര്യമാരോട് ഷെയർ ചെയ്യണം, നമ്മളെ ഉപ്പാനോട് ഷെയർ ചെയ്യണം, നമ്മളെ അനിയന്മാരോട് ഷെയർ ചെയ്യണം, നമ്മൾ ജ്യേഷ്ഠന്മാരോട് ഷെയർ ചെയ്യണം. ചില സമയത്ത് നമുക്ക് അവരെല്ലാവരും കൂട്ടുകാരായിരിക്കണം, അർഹിക്കുന്ന ബഹുമാനം അവർ പിതാവ് എന്നുള്ള അവർ കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നും നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കച്ച് വെച്ച് അതിനങ്ങ് വീർപ്പിച്ച് പൊട്ടിക്കാൻ പാടില്ല. വളരെ സിമ്പിളായ കാര്യങ്ങളായിരിക്കും. കൂടിച്ചേരലുകൾ ഉണ്ടാകും. ഇപ്പൊ ഒരു വീട്ടിൽ 3 ജ്യേഷ്ഠാന്മാരെ വിവാഹം കഴിച്ചിട്ടെന്ന് വെക്കാം. അവർ തമ്മിൽ ഒരുമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഉമ്മാനെ അടുത്ത് ഒരാൾ നിന്നിട്ട് ഒരാൾക്ക് വീട്ടിലേക്ക് പോവാം, അയാൾ വന്നാൽ മറ്റൊരാളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അവർ പരസ്പരം ഐക്യതയില്ലെങ്കിൽ എന്തായിരിക്കും? ആ ഉമ്മാക്കായിരിക്കും അതിന്റെ വിഷമം ഉണ്ടായിരിക്കുക. 3 മരുമക്കളും കൂടി ഒന്നിച്ചാണ് പോയാൽ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഞാൻ 3 എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അപ്പുറപ്പുറം ഇരിക്കുന്ന ഒരു 3 മരുമക്കളായിരുന്നോടാ എവിടെ ഉള്ളത് ആരും ആലോചിക്കരുത്. ദിസ് ഫോർ ഓൺലി ഫോർ എക്സാമ്പിൾ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൂടലുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു സഹാബിയുടെ അടുത്ത് ഒരു പിതാവ് അവരുടെ മക്കൾക്ക്, ഞാൻ പലപ്പോഴും നമ്മുടെ സ്റ്റാഫിന്റെ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കുറച്ച് കമ്പുകൾ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു അത് നടുമുറിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ വളരെ ഈസി ആയിട്ട് അതിനെ മുറിച്ച്.
ഒരു വടിയെടുത്ത് ആ വടി എന്ത് ചെയ്തു, ഈസി ആയിട്ട് മുറിച്ചു. എന്നിട്ട് പറഞ്ഞു വീണ്ടും ആ 2 പീസായതിനെ 4 ആക്കാൻ പറഞ്ഞു. അപ്പൊ അവര് സിമ്പിൾ ആയിട്ട് 4 ആക്കി മുറിച്ചു. എന്നിട്ട് അതിനെ ഒന്നിപ്പിക്കാൻ പറഞ്ഞു. ഒന്നിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞു ഇനി ഒന്നിച്ച് മുറിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ഇമേജ് ചെയ്ത് നോക്ക്. ഒരു കൊള്ളിയാവുമ്പോ ഈസി ആയിട്ട് മുറിച്ച്, 2 എണ്ണാവുമ്പോ കുറച്ചും കൂടി ടൈറ്റിൽ മുറിച്ചു. പക്ഷെ ഇത് എത്ര 8-10 എണ്ണായപ്പോ നമുക്കത് ഒന്നിച്ച് മുറിക്കാൻ കഴിയും. അതാണ് ഒത്തൊരുമ, കുടുംബ ബന്ധങ്ങൾ. ഒന്നിച്ചു നിന്നാൽ ദാറ്റ്സ് വൺ പവർ. അതൊരു വലിയ പവറാണ്. അത് കുടുംബത്താവട്ടെ, പ്രസ്ഥാനത്തിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, ആ ഒരു ചേർത്ത് പിടിക്കൽ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അവിടേക്കാണ് നമ്മൾ എപ്പോഴും എത്തേണ്ടത്. സന്തോഷം മറ്റവർക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു നഷ്ടങ്ങളും വരാൻ പോകുന്നില്ല. പക്ഷെ ഒരാളുടെ മനസ്സിന് നമ്മൾ വേദന കൊടുത്താൽ അത് വല്ലാത്ത വേദനയായിരിക്കും. അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഒരാൾ അങ്ങോട്ട് വിളിച്ചില്ല, സംസാരിച്ചില്ലെങ്കിൽ, ഒരാഴ്ച കഴിഞ്ഞ് കാണാനില്ലാച്ചെങ്കിൽ ഒന്ന് അങ്ങോട്ട് വിളിക്കണം. അസ്സലാമു അലൈക്കും, എന്താ അന്ന് വേറൊന്നുമില്ലല്ലോ, ഇനി അങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞ് സിമ്പിൾ കാര്യമായിരിക്കും. അവരോട് പറയണം അത് സാരല്ല. ആദ്യം ബന്ധപ്പെടുന്നവൻക്കാർത്തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിക്കണം. ഞാൻ എപ്പോഴും ഇവരോട് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്നോട് പറയാറില്ല, എന്നോട് ഷെയർ ചെയ്യാറില്ല. നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യണം. കുടുംബം ഒരുമ എന്നുള്ളത് വലിയ ശക്തിയാണ്. ആ ശക്തിയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിന് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അതിന് പൂർണ്ണമായിട്ടും നിങ്ങൾ എതിര് നിൽക്കണം. എല്ലാ വക്കത്തിലും ആത്മീയമായിട്ടുള്ള സംസാരം എനിക്ക് അറിയില്ല, പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് അവിടത്തേക്കും ഹദീസും ആയത്തൊന്നും വിളിച്ചിട്ട് ഞാൻ പറയാത്തത്. നമ്മുടെ ആ സാധാരണ ലെവലിൽ നിങ്ങളോട് പറയാണ്, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ചേർത്ത് പിടിക്കലിന് പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഉമ്മയുടെ, ഇവിടെ പറഞ്ഞു നേരത്തെ, ഒരു ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുട്ടിയുടെ പ്രഥമ വിദ്യാഭ്യാസം. ഒരു കുട്ടിയുടെ ആദ്യത്തെ പ്രഥമ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ആ കുട്ടിയുടെ ഉമ്മയുടെ മടിത്തട്ടാണ്. ഒരു കുട്ടി ഒരു കാര്യം കണ്ടു, അതില് ഉമ്മാക്ക് മനസ്സിലായത് ശരിയല്ല. 1 തവണ 2 തവണ 3 തവണ നമ്മൾ അവരെ ഉപദേശിച്ചു, മോനെ ഇത് ചെയ്യരുത്. 4ാമത്തെ തവണ റിപ്പീറ്റേഷൻ ആണെങ്കിൽ അവരുടെ ഉപ്പ വന്നു. അവർ ഒരുപാട് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടും വലിയ പ്രശ്നങ്ങളായിട്ടാവും ചിലപ്പോൾ വരിക വീട്ടിലേക്ക്. വന്ന ഉടനെ തന്നെ അതെ നിങ്ങളെ മോൻ അങ്ങനെയല്ല. അവര് വന്നു, അവർക്ക് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, കുറച്ചു നേരം അടുത്തിരുന്നു. എന്നതിന് ശേഷം അവരോട് പറയണം, നമ്മുടെ മോന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കാണാനുണ്ട്, അത് ഞാൻ 2-3 തവണ അവനോട് പറഞ്ഞു, പക്ഷെ അത് ലേശുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. ഇതായിരിക്കണം നമ്മൾ എടുക്കേണ്ട രീതി. ഇനി നമ്മുടെ ഭർത്താക്കന്മാർക്കും അവരുടേതായ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഭാര്യമാരാണെങ്കിലും അവരെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തണം. അവരുടെ തോളിൽ കൈവെക്കണം. അവർ ചില ഫുഡുകൾ ഉണ്ടാക്കിയാൽ നല്ലൊരു മെസ്സേജ് കൊടുക്കണം. ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ്, ഒരു തമ്പ് ചെയ്യണം. ആകെ മൊബൈലല്ലേ, ഒരു തമ്പ് ഫുഡ് സൂപ്പറാട്ടാ, അതിന്റെ ഒരു ഫോട്ടോ ഇടാം. അത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. അപ്പോഴേ ഭാര്യമാർക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ് അന്ന് ഒരു തമ്പ് കിട്ടി, നാളെ 2 തമ്പിനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കണം. ഇത് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറയല്ല. അങ്ങനെയാണ് ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക. അവരുടെ ഫേസ് കണ്ടാൽ, മുഖം കണ്ടാൽ, മുഖത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. 2 കൂട്ടർക്കും, ഭാര്യക്കാവട്ടെ ഭർത്താവിനാവട്ടെ, എന്തെങ്കിലും അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അത് നമ്മൾ വായിച്ചെടുത്ത് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും ഒരു വല്ലാത്തൊരു ഫീൽ വരും. എൻ്റെ മനസ്സിലെ വിഷമം, എൻ്റെ സങ്കടം ഞാൻ പറയാതെ അതവർ മനസ്സിലാക്കിയാലോ എന്നുള്ളൊരു ഷെയറിങ് ഉണ്ടാവും. അസുഖം വരുമ്പോൾ മാത്രം കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ മാത്രമല്ല നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് തോളിൽ കൈവച്ച് നോക്കണം. അത് 2 പേർക്കും ചെയ്യാം, പക്ഷെ കൂടുതൽ ഭർത്താക്കന്മാർ ചെയ്യണം. നമ്മൾ തോളിൽ കൈവച്ച് ഒരു തമാശകൾ അല്ലെങ്കിൽ ഒരു പറയുമ്പോൾ ശാരീരികമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ കുട്ടികളെ മാത്രം നോക്കുക, അത് മാത്രമല്ല ദാമ്പത്യം, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കൂടിയതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം. നമുക്കിന്ന് മൊത്തത്തിൽ നമ്മൾ ഇതേയില്ല, മൊബൈലില്ല, ഒരു ലോകവുമില്ല. നമ്മളെ കുടുംബാദികൾ മാത്രം ഇവിടെ വന്നിരിക്കുകയാണ്. അവരുമായിട്ടുള്ള സംവാദങ്ങളാണ്, നമ്മൾ ചർച്ചകളാണ്, സന്തോഷങ്ങൾ പങ്കുവെക്കലാണ്. ഇവിടെ കൂടാത്തവർ, അവർക്ക് വലിയ നഷ്ടം വന്നത് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ നമ്മുടെ പിതാവർകൾ പറഞ്ഞു. ഇവിടെ ഞാൻ സത്യത്തിൽ ഇതൊന്നും ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കുടുംബ സംഘം തന്നെ ഒരാൾ വരും, ഒരു വർത്താനം പറയും, ഒരു കുറച്ച് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ തിന്നും പോവും എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് മെമെന്റോസുകളുണ്ട്. ആ മെമെന്റോസിന്റെ മേലെ ഓരോരുത്തരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരുടെയും. ഇത് നമ്മൾ ഷോക്കേസിൽ വെക്കുകയാണ്. അത് അവരുടെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോ ഇന്ന് സത്യത്തിൽ നമ്മുടെ വല്യപ്പാരുടെ ഒന്നും നല്ലൊരു ഫോട്ടോ നമ്മുടെ അടുത്തില്ല. ആരുടെ അടുത്താണ്? നമ്മൾ വാട്സപ്പിൽ തന്നെ ഏതോ കല്യാണങ്ങളിൽ അന്ന് കിട്ടുന്ന ഏതോ കൊടാക്ക് ക്യാമറയിലൊക്കെ എടുത്ത ഒരു ഫോട്ടോ ആയിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വലിയ വരുന്ന കുട്ടികൾക്ക്, വരുന്ന തലമുറക്ക് മുലപ്പറമ്പിൽ മർഹൂം ഇബ്രാഹിം ഹാജിയുടെയും സൈനബയുടെയും 3ാം തലമുറ ഇപ്പൊ ലാസ്റ്റ് വന്നത് ബിഷറായിരിക്കും. അതിനുശേഷം ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? അനുവിന്റെ പ്രസവത്തിന് ശേഷം നമ്മൾ ആരെങ്കിലും ഇപ്പൊ വന്നവരിലില്ല. അപ്പോ നാളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇതാണ് ഉപ്പുപ്പ, ഇതാണ് വല്യപ്പ. ആ ഷോക്കേസിൽ അതുണ്ടായിരിക്കും. ഫോട്ടോ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, മൊബൈലാണെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകും. ഇത് ചെറിയൊരു സാധനമാണെങ്കിലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറും അധ്വാനിക്കുക, ജീവിക്കുക, കുറെ ഹോട്ടലുകളിൽ നിന്നും പാർസൽ ഫുഡ് വാങ്ങിക്കുക, കഴിക്കുക, അത് മാത്രമല്ല ജീവിതം. നേരത്തെ അതൊക്കെ വളരെ ഇവിടെ വിശദമായി നമ്മളോട് പറഞ്ഞു. പലപ്പോഴും ആസ്പത്രികളിൽ പോകുമ്പോൾ നമ്മളെ രോഗികൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടവർ കിടക്കുന്ന ആ ബെഡിൽ മാത്രം, ആ റൂമിൽ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. വെറുതെ അവിടെയുള്ള ലേഡീസ് വാർഡ് ഉണ്ടാവും, പേ വാർഡ്, മെയിൽ വാർഡും ഫീമെയിൽ വാർഡൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങളൊന്ന് ഇടക്ക് പോകണം. അവിടെ മൂക്കിൽ പൈപ്പ് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ പൈപ്പ് ഇട്ടിട്ടുണ്ടാവും, ഇവിടെ കെട്ടിയിട്ടുണ്ടാവും, ഒരു കിടക്ക ഉണ്ടാവും, താഴെ ഒരാൾ കിടക്കുന്നുണ്ടാവും. ഒരുപാട് രോഗികളെ കാണും. നമ്മൾ ഇമേജ് ചെയ്യണം. അൽഹംദുലില്ലാഹ് നമുക്ക് ശിഥിലീകരിച്ച റൂമാണ്. ആസ്പത്രിയിലാണെങ്കിൽ പോലും ശിഥിലീകരിച്ച റൂമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എല്ലാ കാര്യത്തിലും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞത്, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഇമേജ് ചെയ്യാൻ പറഞ്ഞത് അതാണ്. അത് നമുക്ക് വല്ലാതെ മാറ്റാൻ പറ്റാത്തൊരു സംഭവമാണ് ഓരോ മേഖലകളിലും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഹയാത്തിലുള്ള സമയത്ത് തന്നെ ഇതിനേക്കാൾ വിപുലമായി, അതിന്റെ ഒരു തുടക്കം മാത്രമാണിത്. നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ നല്ല രൂപത്തിൽ മൂലപ്പറമ്പിൽ മർഹൂം ഇബ്രാഹിം ഹാജിയുടെയും സൈബ ഉമ്മയുടെയും മക്കൾ പരമ്പരയിലൂടെ ഒരു നാട്ടിൽ ഇൻഷാ അല്ലാഹ് ഒരു സംഗമം നമുക്ക് നടത്തണം. അതിന്റെ ഒരു സന്ദേശമായി ഇതിനെ കാണണമെന്ന് ഈ ഒരു സമയത്ത് നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പലതും ഇതിനേക്കാൾ കൂടുതൽ സത്യത്തിൽ മനസ്സിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ നമ്മുടെ പിതാവാറുകളുടെ ചില സംസാരത്തിൽ നിന്നും നമുക്ക് സന്തോഷം വന്നാലും എന്തുണ്ടാവും, കരച്ചിൽ വരും. സങ്കടങ്ങൾ വന്നാലും കരച്ചിൽ വരും. കാരണം അത് നമ്മുടെ ഖാന്താനാണ്. എന്താണ് ഖാന്താൻ എന്ന് പറഞ്ഞാൽ? നമ്മളെ പരമ്പരയാണ്. നമ്മുടെ വന്യരായ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയ കുഞ്ഞാപ്പു ഹാജി, അദ്ദേഹത്തിന് ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷം വിളിച്ച് ചോദിച്ചാൽ എന്തായി കുട്ടിയെ, നേരത്തെ ഇവിടെ പറഞ്ഞു പേരെടുത്ത് വിളിച്ച ഓർമ്മ എനിക്കില്ല, കുട്ടിയെന്ന് വിളിക്കുള്ളൂ. അപ്പോ ആ സന്തോഷം മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പർക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഒരു ഹൃദയം പൊട്ടിക്കൊണ്ടുള്ള സന്തോഷം പറയലുണ്ട്. അപ്പോ അതൊരു വല്ലാത്ത സംഭവമാണ്. അതിന്റെ പിൻഗാമികളായതുകൊണ്ട് നമുക്കും ചിലപ്പോ പലപ്പോഴും ചില സന്തോഷങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോകും, പിന്നെ വാക്കുകൾ കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഈ സംഗമം ഒരിക്കലും നമുക്ക് വെറുതെ ആവരുത്. ഇവിടെ നമുക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങളിൽ നിന്നും ചിലതെല്ലാം ഇത് ഈ ഒരു സംഗമത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അത് നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ഇൻഷാ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് പിരിയേണ്ടത്. അതിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ നടപ്പിലാക്കണം. നമ്മുടെ മക്കൾക്കോ നമ്മുടെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്നതോ നമ്മളെ ലൈഫിൽ പറഞ്ഞു തന്നതോ എന്തോ ആവട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് ഇനി നിങ്ങളോടൊന്നും പറഞ്ഞ് ബോധടിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമുക്ക് പോകണം. നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം നിങ്ങളുടെ സദസ്സുകളിൽ ഒരുപാട് സമയം ഇരിക്കാൻ അവരുടെ ആരോഗ്യവും മനസ്സും വഴങ്ങാത്തത് കൊണ്ട് നമുക്ക് ഭക്ഷണം അവരോടൊപ്പം ഒരു സന്തോഷം പങ്കിട്ട്, ഒരു പക്ഷേ പിന്നെ കുട്ടികളുടെ സെഷൻ ആയതുകൊണ്ട് പിന്നെ ഒരു പക്ഷേ അദ്ദേഹം
മാറി നിൽക്കുവാൻ കൂടെ ചേരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷാജിയും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ എല്ലാവരും ജീവിതത്തിൽ അവരവരുടേതായ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കുന്ന പടാപാടുകളിലാണ്. അതിനൊക്കെ സമയം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു മഹത്തായ പരിപാടിയിൽ എല്ലാവരും ദൂരന്നൊക്കെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കുരുന്ന് വാവുകൾക്കുള്ള ഇവിടുത്തെ മെമന്റോ ഉണ്ട്. അപ്പൊ ആ ഒരു പിന്നെ ആശംസാ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ മെമന്റോ അവരുടെ കൈകൊണ്ട് നമുക്കത് സ്വീകരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ സന്തോഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് വേർപെട്ടു പോയ നമ്മളെ മാതാപിതാക്കളും സഹോദരന്മാരും പലരുമുണ്ട്. പലരും ഇന്ന് വിശിഷ്യാൽ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിന് സങ്കടപ്പെടുത്തുന്ന എല്ലാവരുടെ വേർപാടുകളും സങ്കടങ്ങളാണെങ്കിൽ തന്നെ ജീവിതത്തിൽ ജീവിച്ച് കൊതി തീരുന്നേക്കാൾ മുമ്പ് നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ സഹോദരിയുടെ മകൾ, അവളുടെ വേർപാട്, നമ്മളെ ജുബൈരിയ, അവളുടെ വേർപാട് നമുക്ക് ഒരിക്കലും മനസ്സിൽ മാറാത്തതാണ്. ആ പൊന്നുമോൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.